പ്രിയപ്പെട്ടവരെ, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അനാസ്ഥ. നടുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതിക്ക് മരുന്നു മാറി നൽകി. വയോധികയ്ക്ക് നൽകേണ്ട മരുന്നാണ് യുവതിക്ക് നൽകിയത്. എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയെന്നാണ് റേഡിയോളജിസ്റ്റിന്റെ വിശദീകരണം. യുവതി ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അലമീൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലമീൻ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ യുവതിക്ക് ഇപ്പോൾ മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ? അനിൽകുമാർ, നടുവേദനയായിട്ട് ബന്ധപ്പെട്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് 34 വയസ്സുകാരിയായ അനാമിക. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ള അനാമിക തന്നെ പറയും. ഭാഗ്യത്തിന് ആ മാറി നൽകിയ മരുന്ന് കഴിച്ചില്ല. എന്തോ ഒരു നിമിഷത്തിൽ ആ എക്സ്റേ ഒന്ന് പരിശോധിക്കാൻ തോന്നിയപ്പോഴാണ് അബദ്ധം പിണഞ്ഞത് മനസ്സിലായതും അതുപോലെ ആശുപത്രിക്കുണ്ടായ അനാസ്ഥ തിരിച്ചറിഞ്ഞതും. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അനാമിക തന്നെ പറയും. അനാമിക നടുവേദനയായിട്ട് പോകുന്നു, മരുന്ന് മാറി കിട്ടുന്നു, മരുന്ന് കഴിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഞാൻ 12-ാം തീയതിക്കാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. എനിക്കിപ്പോൾ അതിന് മുന്നേ ഞാൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഞാൻ ആദ്യം ഹെൽത്ത് സെൻ്ററിൽ പോയി മെഡിസിൻ വാങ്ങിച്ചു. എന്നിട്ട് എനിക്ക് വേദന മാറാതെ വന്നപ്പോൾ ഞാൻ ഡയറക്റ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. അപ്പോൾ ഡോക്ടർ എനിക്ക് അവിടെ നിന്ന് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞാൻ പോയി എക്സ്റേ എടുത്തു. എനിക്ക് പെട്ടെന്ന് തന്നെ റിപ്പോർട്ടും കിട്ടി. റിപ്പോർട്ടും കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഡിസ്കിൻ്റെ അവിടെ ബൾജ് ഉണ്ട്, വേറെ പേടിക്കേണ്ടതൊന്നുമില്ല, മെഡിസിൻ കഴിച്ചാൽ മതി, റെസ്റ്റ് എടുക്കണം, പിന്നെ വെയിറ്റ് ഒന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാനും വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു ആശ്വാസത്തിൽ മരുന്ന് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ രാത്രിക്കാണ് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ മരുന്ന് എടുത്തു കഴിഞ്ഞ് സാധാരണ ഞാൻ ഈ എക്സ്റേ ഒന്നും ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ ഈ ബൾജ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്റേ എടുത്ത് നോക്കി. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ പേരും വയസ്സും ഡേറ്റും കൊടുത്തിട്ടുണ്ടാവും എക്സ്റേയുടെ സൈഡിൽ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതിൽ കൊടുത്തേക്കുന്ന പേര് ലതിക, 61 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെയിം ഡേറ്റ് സെയിം ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ അല്ല. അപ്പോൾ ഞാൻ കവർ നോക്കി, ഇനിയിപ്പോൾ എനിക്ക് മാറിയതാണോ എന്ന് വെച്ചിട്ട് കവർ നോക്കുമ്പോൾ കറക്റ്റ് എൻ്റെ കവർ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് വേറെ എവിടെയും പോയി ഇരുന്നിട്ടില്ല. ഇരുന്നാൽ പോലും കവറേ മാറുള്ളൂ, കവറിൻ്റെ അകത്തെ എക്സ്റേ മാറില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബ്രദറാണിത്. അപ്പോൾ ഞാൻ ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താ ഞാൻ ചെയ്യണേ, എനിക്കങ്ങനെ പെയിൻ സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ എന്തായാലും മെഡിസിൻ കഴിക്കേണ്ട, നാളെ നമുക്കൊന്നുകൂടി ഡോക്ടറെ അടുത്ത് പോവാം, അതൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് ആ ഫോട്ടോ ഒന്ന് എടുത്ത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നലെ രാവിലെ ആയപ്പോഴും ഇങ്ങനെ തന്നെ പെയിനാണ്. അപ്പോൾ നമ്മൾ OP ടൈമിൽ പോയാൽ അവർ വീണ്ടും OP ടിക്കറ്റ് എടുക്കാൻ പറയും. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കാഷ്വാലിറ്റി പോയി. ഇപ്പോൾ ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടുമല്ലോ. അവിടെ പോയപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ തലേന്ന് വന്നതൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ആ ഡോക്ടറും പറഞ്ഞു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് വന്നു. അവിടെ വെയിറ്റ് ചെയ്യുന്ന നേരത്ത് ഞങ്ങൾക്ക് എന്തായാലും മനസ്സിലായി അവരുടെ മിസ്റ്റേക്കാണെന്നുള്ളത്. ഞങ്ങളൊരു സൂപ്രണ്ടിന് ഒരു പരാതി എഴുതിയിട്ടുണ്ടായിരുന്നു. സാറിനെ പോയിട്ട് മീറ്റ് ചെയ്തു, പരാതി കൊടുത്തു. സാറത് അവിടെ തന്നെയുള്ള അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻചാർജ് ഉള്ളവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ആ നേരം കൊണ്ട് തീരെ പറ്റാണ്ടായി വേദന. അങ്ങനെ അപ്പോൾ തന്നെ എന്നെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആക്കി. എനിക്കൊരു ഇഞ്ചക്ഷനും തന്നു, ഡ്രിപ്പ് കിട്ടു പെയിൻ കുറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ഇന്നലെ പക്ഷേ ഇതായിരുന്നില്ല എൻ്റെ കണ്ടീഷൻ. മെഡിസിനിൽ എന്താ പറഞ്ഞത്? എത്ര ദിവസം 2 ആഴ്ചത്തേക്കാണ് തന്നിരുന്നത്. അപ്പോൾ ഇന്നലെ അവിടെ വന്നിട്ട് പിന്നെ ഇൻചാർജ് ഉള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ വന്നു കണ്ടു, സംസാരിച്ചു. അപ്പോൾ റേഡിയോഗ്രഫി ഏതിൻ്റെ ഒരു സാറ് വന്നിട്ട് പറഞ്ഞത്, തെറ്റ് പറ്റിപ്പോയി, അത് അക്സെപ്റ്റ് ചെയ്യണു, പക്ഷേ ഇതിനൊരു ഇഷ്യൂ ആക്കണ്ട, കാരണം തിരക്കിനിടയ്ക്ക് സംഭവിച്ചതായിരിക്കും. അവർക്കതൊരു എക്സ്ക്യൂസാണ്, തിരക്കിനിടയ്ക്ക് സംഭവിച്ചതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇന്നലെ എടുത്ത റിപ്പോർട്ടിൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്നും പറഞ്ഞു. ഇനി ഫർദർ ഈ വേദന ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ബാക്കി ട്രീറ്റ്മെൻറ്റിൽ MRIയോ CTയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ തന്നെ ചെയ്തു തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ എൻ്റെ റിപ്പോർട്ട് എവിടെയാണ് പോയത്? അത് ആർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ സീരിയസ് ഇഞ്ചുറി ആയിട്ടുള്ള ഒരാൾക്കാണ് എൻ്റെ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇവർ ഇത്രയും സിമ്പിളായിട്ടായിരിക്കും എടുക്കുന്നത്. ആൾക്ക് നോർമൽ മെഡിസിനും കൊടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വിടും. ഡിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, മനുഷ്യന് എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായി ഈ നടുവും ഡിസ്കൊക്കെ. എക്സ്റേ അനാമികയുടെ പുതിയ എക്സ്റേ ആണോ അതോ മറ്റേ മാറി തന്നെ പഴയത് മീൻസ് മാറി തന്ന എക്സ്റേ ആണോ? അല്ല, ഒന്നെടുക്കും അവിടെ കൊടുത്തില്ല. അരുൺകുമാർ, അതുകൂടി ഒന്ന് കണ്ടുപോകാം. അതായത് ഈ കൊടുക്കുന്ന കവറിൽ പേരെഴുതിയിട്ടുണ്ട്, അനാമിക എന്നുള്ള പേരെഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായി നമ്മളൊക്കെ വിചാരിക്കുക അതിനകത്ത് ഇരിക്കുന്നുണ്ടാവുക നമ്മുടെ റിസൾട്ട് എന്നുള്ളതാണ്. പക്ഷെ അത് പുറത്തെടുത്ത് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുകൾ ഭാഗത്ത് കാണാം ലതിക. എക്സ്റേ ടെക്നീഷ്യൻ ഇത് കൊടുത്തത് മാറിപ്പോയതായിരിക്കും അല്ലേ? ഡോക്ടറുടെ പിഴവല്ല അരുൺ, മാറിപ്പോയതാണ് എന്നുള്ളതാണ് അവരും വിശദീകരിക്കുന്നത്. കാരണം ഈ തിരക്കിനിടയിൽ പേരെഴുതിയ കവറിൽ മറ്റൊരാളുടെ എക്സ്റേ റിപ്പോർട്ട് വെച്ച് കൊടുക്കുന്നു. ഡോക്ടർ സ്വാഭാവികമായിട്ട് പേര് നോക്കാൻ സാധ്യതയില്ല. കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് റിപ്പോർട്ട് വെച്ചിട്ടാണ് ഡോക്ടർ ചികിത്സ നിർദ്ദേശിക്കുന്നത്. ഈ ലതിക ഏത് മരുന്ന് കഴിച്ചു കാണും? ഈ അനാമിക കഴിക്കേണ്ട മരുന്ന് ലതിക കഴിച്ചിട്ടുണ്ടാവൂ? അതാണ് പറഞ്ഞു വരുന്നത്. അപ്പം മരുന്ന് സ്വാഭാവികമായിട്ട് അതിനുള്ള സാധ്യത, കാരണം ഒരാൾക്കല്ല മരുന്ന് മാറി നൽകിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 2 പേർക്ക് മരുന്ന് മാറി നൽകിയിട്ടുണ്ടാകും. അനാമിക പറയുന്നത് അനാമിക ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ബുദ്ധിമുട്ട് മാറി. അതായത് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അനാമികയ്ക്ക് ഇന്നലെ പിന്നീട് പോയി ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ആ നടുവേദനയ്ക്ക് ഒരു ആശ്വാസമുണ്ട്. പക്ഷേ കൊടുത്ത മരുന്ന് പ്രകാരം പറഞ്ഞത് 2 ആഴ്ചത്തെ റെസ്റ്റും 2 ആഴ്ചത്തെ മെഡിസിൻ കഴിക്കണമെന്നുള്ളതാണ്. സ്വാഭാവികമായും
സ്വാഭാവികമായും ആ റെസ്റ്റ് എടുക്കേണ്ട, ആ മരുന്നെടുക്കേണ്ട 61-കാരി ലതിക ഒരുപക്ഷെ അനാമികയ്ക്ക് കൊടുക്കേണ്ട മരുന്നും വാങ്ങി ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിൽ പോയിട്ടുണ്ടാകും. ഇപ്പോൾ അവരും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും സ്വാഭാവികം, അല്ലെങ്കിൽ ആ വേദന മാറാതെ മറ്റാരെങ്കിലും കാണാൻ വേണ്ടി നടക്കുന്നുണ്ടാവും. ഇന്നലെ എപ്പോഴാണ് പോയതെന്ന് പറയൂ. ഏതെങ്കിലും ലതികമാര് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവരെപ്പോഴാണ് ഇന്നലെ വന്നത്, ഏകദേശം ഏത് സമയത്ത് എക്സ്റേ എടുത്തത് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. ഇന്നലെ അല്ല അരുൺകുമാർ, മെനഞ്ഞാണ് അല്ലെ, വ്യാഴാഴ്ച വ്യാഴാഴ്ച ഏത് സമയത്താണ് വ്യാഴാഴ്ച പോയത്? വ്യാഴാഴ്ച 10:17 സമയം കാണിക്കുന്നത്. അരുൺകുമാർ വിസിറ്റ് ടൈം 12/12/2024 10:17 അവർ OP ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഈ എക്സ്റേ സമയം എപ്പോഴാണ് നിർദ്ദേശിച്ചത്? എക്സ്റേ എടുക്കാൻ പോയി ഏത് സമയത്താണ് ഓർക്കുന്നുണ്ടോ? ഓക്കെ, 11:03 എക്സ്റേ ബില്ല് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സമയത്തായിരിക്കണം ഈ ലതികയും അവിടെ വന്നിട്ടുണ്ടാവുക. നിങ്ങളിനി എന്താണ് തുടർ നടപടി? ആശുപത്രിയിൽ പരാതി കൊടുത്തു, ആരോഗ്യമന്ത്രിക്കും പരാതി കൊടുത്തു എന്ന് പറയുന്നു. അവിടെ നിന്ന് കിട്ടിയ മറുപടി തൃപ്തികരമാണോ? ഇനി എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ളൊരു? ഒരു കാരണവശാലും തൃപ്തികരമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാരമായിട്ടൊരു പിഴവായിട്ട് തള്ളിക്കളയാനാവുന്ന ഒരു കാര്യമല്ല അത്. കാരണം ഇതിപ്പോൾ ഒന്നാമത്തെ തവണയായിട്ടുള്ള ഒരു അനുഭവമല്ല, പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഈ പരാതി പറയാൻ ചെന്ന സമയത്ത് അവിടെ ഒരു ഇതിൻ്റെ മെഡിക്കൽ ബോർഡിൻ്റെ ഹെഡ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവിടെ വന്നിരുന്നു. ഇഞ്ചക്ഷൻ കൊടുത്തു എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ട് അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ എക്സ്റേ നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ അകത്തുള്ള വ്യത്യാസങ്ങളൊന്നും നോക്കി പറഞ്ഞു. കാരണം നമുക്ക് അവർ ഇന്നലെ തന്ന പ്രിസ്ക്രിപ്ഷൻ കയ്യിലുണ്ട്, ഈ മരുന്ന് എന്തിനുള്ളതാണെന്നും ഈ എക്സ്റേ നോക്കിയിട്ട് എന്താണ് ആൾക്കുള്ള അസുഖം എന്നുള്ളത് ഞാൻ ചോദിച്ചു. കാരണം തലേ ദിവസം വന്നതും വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ല. ഇത് ചെക്ക് ചെയ്ത് നോക്കി ഇതിൻ്റെ അകത്തുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ആൾ പറയുന്നത് ഇത് 2 എക്സ്റേയും സെയിമാണ്, നോക്കാനൊന്നുമില്ല. എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് പറയാം, വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എക്സ്റേ എടുത്ത ലതികയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മരുന്ന് ഇപ്പോൾ കഴിക്കരുത്, അത് ഡോക്ടറെ അടുത്ത് കൊടുത്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിക്കുക. നിങ്ങളുടെ എക്സ്റേ ഇപ്പോൾ അനാമികയുടെ കയ്യിലാണുള്ളത്. അനാമിക കഴിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മരുന്നാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മരുന്ന് സ്വാഭാവികമായും ലതികയുടേതാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഡിസ്കിന് ചെറിയ ബഡ്ജുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ്റേ റിപ്പോർട്ടിൽ ബഡ്ജില്ല എന്നതായിരിക്കും. അതുകൊണ്ട് ഭാരമൊന്നും എടുത്ത് ബുദ്ധിമുട്ടരുത് എന്ന് ലതികയോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ എക്സ്റേ വിഭാഗത്തിലെത്തി എക്സ്റേ എടുത്ത ലതികയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മരുന്ന് ഇപ്പോൾ നിങ്ങൾ കഴിക്കരുത്. നിങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടറെ ഒന്ന് കാണുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എക്സ്റേ റിപ്പോർട്ട് നിങ്ങളുടേതല്ല, അത് അനാമികയുടേതാവാനാണ് സാധ്യത. അപ്പോൾ ലതികയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അനാമിക രക്ഷപ്പെട്ടു, ലതിക പാവം കുഴപ്പമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് അവർ ഏതെങ്കിലും വിറ്റാമിൻ മരുന്നൊക്കെ ആയിരിക്കും കഴിക്കുക. എന്നാൽ അവരുടെ ഡിസ്കിനാണ് ചെറിയ ബഡ്ജുള്ളത്. അവർ ഭാരം അങ്ങോട്ട് എടുക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ച് നോക്കി. ഒരു എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയതിൻ്റെ പുകിലേ